വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മറ്റൊരു വാർത്ത വരുന്നത് ചെമ്പഴന്തിയിലെ ഗുരുജയന്തി സമ്മേളന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരുന്നതിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്. ആരോഗ്യ കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത്. എന്നാൽ എറണാകുളത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. വിട്ടുനിന്നത് ആരോഗ്യ കാരണങ്ങളാൽ അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുമെന്ന് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ പറയുന്നു. ശിവഗിരിക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും കക്ഷി രാഷ്ട്രീയമില്ല. രാഷ്ട്രീയ വിവാദത്തിൽപ്പെട്ട സമ്മേളന വേദിയിൽ നിന്നും മാറി നിൽക്കുന്നത് രാഷ്ട്രീയ നേതാവിന് ചേരുന്നതല്ല എന്നും സ്വാമി ശുഭാംഗാനന്ദ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ വർഷത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ ആരോഗ്യ പ്രശ്നങ്ങളാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് ഇന്നലെ ഗുരുകുലത്തെ അറിയിച്ചത്. പക്ഷേ ഇന്ന് എറണാകുളത്ത് പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു എന്ന് അറിയുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ ഈ പരിപാടി പങ്കെടുക്കാതിരുന്നതിൽ ഗുരുകുലത്തിനുള്ള ശക്തമായ പ്രതിഷേധം അദ്ദേഹത്തെ അറിയിക്കും. ശിവഗിരിയുടെ അനുബന്ധ സ്ഥാപനങ്ങൾക്കും കക്ഷി രാഷ്ട്രീയമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഗുരുവിനെയും ഗുരുദർശനത്തെ ഉൾക്കൊള്ളുന്നവരാണ്. ആ പാത പിന്തുടർന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതികളെ പരിപാടിയിലേക്ക് വിളിക്കാറുണ്ട്, ക്ഷണിക്കാറുണ്ട്, വരാറുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ വിവാദത്തിൻ്റെ പേരിൽ ശിവഗിരിയുടെ വേദികളിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല. സുനിഷ അയ്യലൂരാണ് ചേരുന്നത്. സുനിഷ, എന്താണ് സംഭവിച്ചത്? പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നാണ് വിശദമാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോഴിതാ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണല്ലോ. അതെ വിനീത, ഗുരുജയന്തിയോടനുബന്ധിച്ചുകൊണ്ട് ഇന്ന് ചെമ്പഴന്തി ഗുരുകുലത്തിൽ പരിപാടികൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് ഉദ്ഘാടനം നടത്തേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരമാണ് തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല, ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഗുരുകുലത്തെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എറണാകുളത്തെ ചില പരിപാടികളിൽ പങ്കെടുക്കുകയും ഇനി വൈകുന്നേരത്തെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ അതൃപ്തി പരസ്യമാക്കാനുള്ള കാരണവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ആരോഗ്യ കാരണങ്ങളല്ല എങ്കിൽ ഗുരുകുലത്തിന്റെയും ശിവഗിരി മഠത്തിന്റെയും അടക്കം പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വിനീത, ഇന്ന് അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആയിരുന്നു. സ്വാഭാവികമായും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ തന്നെയും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണോ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പല ഭാഗങ്ങളിലും ഉയരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി തന്നെ പറയുകയും ചെയ്യുന്നത്, അത്തരത്തിലൊരു രാഷ്ട്രീയ വിവാദത്തിന്റെ പേരിലാണ് മാറി നിൽക്കുന്നതെങ്കിൽ അത് ശരിയല്ല, അതൊരു രാഷ്ട്രീയ നേതാവിനും ചേരുന്നതല്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ശിവഗിരി മഠത്തിലെയോ അല്ലെങ്കിൽ ചെമ്പഴന്തി ഗുരുകുലത്തിലെയോ ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതാണ്. അത്തരത്തിൽ ഉദ്ഘാടനം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണെങ്കിൽ വൈകുന്നേരത്തെ സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ്, ഗവർണർക്കും ക്ഷണമുണ്ട്. അത്തരത്തിൽ എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടിയാണ്. അത്തരത്തിൽ രാഷ്ട്രീയം നോക്കിയല്ല ഇവിടെ ക്ഷണിക്കുകയും ചെയ്യാറ്. പക്ഷേ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവെങ്കിൽ ഇവിടെ മാത്രം പങ്കെടുത്തില്ല എന്ന ചോദ്യമാണ് ഉയരുകയും ചെയ്യുന്നത്. അതായത് ഒരേ സമയത്ത് ഇവിടെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് എങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന ചോദ്യമാണ് ഉയർത്തുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ രാഷ്ട്രീയ വിവാദത്തിന്റെ പേരിലാണ് പങ്കെടുക്കാത്തതെങ്കിൽ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു, ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അറിയിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നിലവിൽ അത്തരം ആരോഗ്യ കാരണങ്ങളല്ല എങ്കിൽ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് വിളിച്ചു തന്നെ ഈ പ്രതിഷേധം അറിയിക്കും എന്നതുകൂടി ഏതായാലും ശ്രീനാരായണ ഗുരു ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത, ശരി, എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണോ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരുന്നതിന് കാരണം എന്നത് അറിയണം. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്.